ബീയിങ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഏറെ പ്രതീക്ഷകളുമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും. നമ്മൾ ഒരുപാട് സ്വപ്നം കാണും. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരൊറ്റ നീക്കത്തിൽ നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം തവിട് പൊടിയാണ്. ഇത് കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ദീർഘകാലമായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ഒരു സ്വപ്നമായിരുന്നു ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയെന്ന നിലയിൽ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള റയാൻ വില്യംസ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു മുഹൂർത്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഭൂട്ടാനെതിരെ ഒരു അനൗദ്യോഗിക സൗഹൃദ മത്സരത്തിൽ ഇന്ത്യ കളിച്ച് റയാൻ വില്യംസിൻ്റെ മനോഹരമായിട്ടുള്ള പ്രകടനത്തിൽ വലിയ വിജയമൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു ഒഫീഷ്യൽ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ റയാൻ വില്യംസ് ബൂട്ട് കെട്ടി കളിക്കുമോ എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പം അതൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. കാരണം നേരത്തെ അദ്ദേഹം ഓസ്ട്രേലിയൻ നാഷണൽ ടീമിൻ്റെ പ്ലെയർ ആയിരുന്നത് കൊണ്ട് തന്നെ ഫുട്ബോൾ ഓസ്ട്രേലിയയുടെ അനുമതി NOC നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഇന്ത്യൻ നാഷണൽ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. ഈ സമയം വരെയും റയാൻ വില്യംസിൻ്റെ കാര്യത്തിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ ഫുട്ബോൾ ഓസ്ട്രേലിയ തയ്യാറായിട്ടില്ല എന്നാണ് അറിയുന്നത്. നാളെ ഒരു ദിവസം കൂടിയേ നമുക്ക് മുന്നിലുള്ളൂ. അതിന് മുൻപ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫുട്ബോൾ ഓസ്ട്രേലിയ ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ റയാൻ വില്യംസിൻ്റെ പരിശീലനവും ടീമിനോടൊപ്പമുള്ള ട്രെയിനിങ്ങും എല്ലാം നിരർത്ഥകമാകും. ഇനിയും അദ്ദേഹം ടീമിനോടൊപ്പം കളിക്കാൻ കുറേ അധികം കാലം എടുക്കും. നമ്മളുടെ ഫുട്ബോൾ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് തന്നെയാണിത്. എന്തുകൊണ്ട് അവരെക്കൊണ്ട് വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഈ മേനി പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരും ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളും ഒന്നും ഫുട്ബോളിന് നേരെ ഈ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.